Hello dear students, Emtees Chemistry Tips and Tricks ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെസൊനേറ്റിംഗ് മോളിക്യൂളുകളുടെ ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം എന്നതിനുള്ള ഒരു ഷോർട്ട് ട്രിക്ക് ആണ്. ഓക്കേ, എന്താണ് അവിടെ കാണാനുള്ള സൂത്രവാക്യം? നോക്കൂ, നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് ബോണ്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്നതാണ്. ഓക്കേ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, CO3 2 ഈ CO3 ബോണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, CO3 ക്ലിയർ ആണല്ലോ. ഇനി ഈ ബോണ്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയുണ്ട്? ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? ഇവിടെ ഡബിളായി, ഇവിടെ എന്തായി, സിംഗിൾ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാം? ഇത് ഇങ്ങോട്ട് വരാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ കിട്ടുകയാണ്. ഏതാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ? O-, പിന്നെ ഇവിടെ O-, ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ടായി. ഇപ്പൊ എത്ര റെസൊനേറ്റിംഗ് സ്ട്രക്ചർ പോസിബിൾ ആണ്? ഇവിടെ 3 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ പോസിബിൾ ആണ്. ഈ റെസൊനൻസിൽ ഇൻവോൾവ് ചെയ്ത ബോണ്ട് എത്രയാണ്? ബോണ്ട് 1, 2, 3, 4 ബോണ്ടാണ്. അപ്പൊ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് ബോണ്ട് 4 ആണ്. ഡിവൈഡ് ബൈ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എത്രയാ? 1, 2, 3 ആണ്. 4/3 ഓക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ ബോണ്ട് ഓർഡർ 4/3 ആണ് നമുക്ക് കിട്ടുന്നത്. 4/3 ഓക്കെ, അതായത് 1.33 വരും. ഓക്കെ, മറ്റൊരു മോളിക്യൂൾ നോക്കാം, NO3- നോക്കാം. NO3- എങ്ങനെയാ വരുന്നത്? നിങ്ങൾ നോക്കൂ, എങ്ങനെയാ വരുന്നത് NO3-. ശ്രദ്ധിച്ചിരിക്കൂ. NO3- എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ടാണ്, ഇവിടെ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇതിന് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ എത്ര സ്ട്രക്ചർ പോസിബിളാ? ഡബിൾ ഇവിടെ ആക്കാം. 3 സ്ട്രക്ചർ പോസിബിൾ അല്ലേ? യെസ്. ഇനി എത്ര റെസൊനേറ്റിംഗ് ബോണ്ടുകൾ ഉണ്ട്? 1, 2, 3, 4 ബോണ്ടുകളുണ്ട്. അപ്പൊ എന്താണ്? വീണ്ടും എന്ത് തന്നെയാണ്? 4/3 തന്നെയാണ്. ഓക്കെ, ഈ NO3- ബോണ്ട് ഓർഡർ എന്ത് തന്നെയാണ് വരുന്നത്? 4/3 തന്നെയാണ് വരുന്നത്. 4/3 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി CO2 നോക്കൂ. CO2 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഇല്ലേ? ഉണ്ട്. എത്രയാണ്? 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട്. ഇത് ഇങ്ങോട്ട് ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ സിംഗിൾ ആവാം. ഓക്കെ, അങ്ങനെ ബോണ്ട് പോസിബിൾ ആ. ഇത് ഇങ്ങോട്ടും വരാം. അപ്പം 2 പോസിബിൾ ആണ്. 2 സ്ട്രക്ചർ ആണ് പോസിബിൾ അല്ലേ? 2 സ്ട്രക്ചർ ആണ് പോസിബിൾ. എന്നാൽ റെസൊനേറ്റിംഗ് ബോണ്ട് എത്രയാ? 1, 2, 3, 4 എത്ര റെസൊനേറ്റിംഗ് സ്ട്രക്ചർ പോസിബിൾ ആ? 2 അല്ലേ? 4/2 എന്ന് പറയുമ്പോൾ എന്താ? 2 ആണ്. ബോണ്ട് ഓർഡർ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇങ്ങനെ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് ബോണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വെച്ചാൽ നമുക്ക് റെസൊനേറ്റ് ചെയ്യുന്ന മോളിക്യൂളിന്റെ എന്ത് കാണാൻ പറ്റും? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ സൈക്ലിക് ആയുള്ള മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ ബെൻസീൻ, അവിടെ എന്താ ചെയ്യുക? ബെൻസീന്റെ കേസിൽ നിങ്ങൾ നോക്കൂ, ഈ ബോണ്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ കിട്ടുകയാണ്. എത്ര റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ടെന്ന്? 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. അടുത്ത സ്ട്രക്ചറിൽ ഇങ്ങനെയാ വരിക, ശരിയല്ലേ? യെസ്, 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചറാ. ഇവിടെ റെസൊനേറ്റിംഗ് ബോണ്ട് എത്രയാണ്? ഓർക്കുക, സൈക്ലിക് ആണെങ്കിൽ അതിനകത്തുള്ള മൾട്ടിപ്പിൾ ബോണ്ട് മാത്രം എടുത്താൽ മതി. അപ്പൊ എത്ര ഉണ്ട്? 1, 2, 3 മൾട്ടിപ്പിൾ ബോണ്ട് ആണുള്ളത്. ഇവിടെ എത്രയാ? 3 മൾട്ടിപ്പിൾ ബോണ്ട്. എത്ര റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഉള്ളത്? 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ട് മാത്രം എടുത്താൽ മതി. സൈക്ലിക് ആണെങ്കിൽ ഡബിൾ ബോണ്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്ര റെസൊനേറ്റിംഗ് സ്ട്രക്ചറാ? 2 കനോണിക്കൽ സ്ട്രക്ചർ ആണ് പോസിബിൾ. 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതും നമുക്ക് ബോണ്ട് ഓർഡർ വളരെ എളുപ്പത്തിൽ കാണാനുള്ള ഒരു മെത്തേഡാണ്. എന്നാൽ ഈ മെത്തേഡിൽ ചിലപ്പോൾ CO3 SO4 പോലെയുള്ള മോളിക്യൂളിന്റെ സ്ട്രക്ചർ, ലൂയിസ് സ്ട്രക്ചർ നമുക്ക് അറിയില്ലെങ്കിലോ, അപ്പൊ നമുക്ക് വേറൊരു മെത്തേഡ് അല്ലെങ്കിൽ വേറൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഏതാണ് ആ ട്രിക്ക്? നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ഓക്കെ. Emtees Academy.